ദേശീയപാതയിൽ പാർക്കിംഗ് നിരോധനമുള്ള കാര്യം നമുക്കറിയാവുന്നതാണ്. എന്നാൽ ഇത് പലപ്പോഴും പാലിക്കപ്പെടുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. പാതയോരത്ത് നിർത്തിയിടുന്ന ദീർഘദൂര ലോറികൾക്ക് പിന്നിൽ ചെറുവാഹനങ്ങൾ ഇടിച്ച് പലതരത്തിലുള്ള അപകടങ്ങളും സംഭവിക്കുന്നതിന്റെ വാർത്ത നമുക്ക് മുമ്പിലേക്ക് എത്താറുണ്ട്. ഇന്നും ഇന്നലെയുമായി മലപ്പുറത്ത് 3 പേർക്കാണ് ജീവൻ നഷ്ടമായത്. നോ പാർക്കിംഗ് സോണുകളിൽ നിർത്തിയിടുന്ന വാഹനങ്ങൾക്കെതിരെ ശക്തമായ നടപടി വേണം എന്നാണ് ആവശ്യം. ദേശീയപാത 6 വരിപ്പാതയായി മാറിയതോടെ വലിയ തരത്തിലുള്ള യാത്രാ സൗകര്യമാണ് എല്ലാവർക്കും ഉള്ളത്. പക്ഷേ ചില അപകടങ്ങൾ ഈ ദേശീയപാതയിൽ ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. പലതും നമ്മൾ വിളിച്ചു വരുത്തുന്നവയാണ്. ദീർഘദൂര ലോറികൾ ദേശീയപാതയോരത്ത് പലയിടത്തായി നിർത്തിയിടാറുണ്ട്. യാത്രക്കിടെ ഡ്രൈവർമാർ ഉറങ്ങാനും വിശ്രമിക്കാനുമൊക്കെ ലോറി ഒതുക്കി നിർത്തിയിടുന്നത് പലപ്പോഴും നോ പാർക്കിംഗ് മേഖലയിലാണ്. വളവ് തിരിഞ്ഞും സർവീസ് റോഡിൽ നിന്ന് വരുന്ന വാഹനങ്ങളും ലോറി ശ്രദ്ധയിൽപ്പെടുന്നതോടെ പെട്ടെന്ന് ബ്രേക്ക് ഇടുന്നതോ വെട്ടിക്കുന്നതോ ആണ് അപകടത്തിന് കാരണമാകുന്നത്. കഴിഞ്ഞ ദിവസം വീക്കപ്പടിക്ക് സമീപം കാറ് ലോറിക്ക് പിന്നിലിടിച്ച 2 പേർ മരിക്കുകയും 3 പേർക്ക് ഗുരുതര പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. അശ്രദ്ധവാനായിട്ട് പോകുന്ന ഒരവസ്ഥയിൽ ഒന്ന് കണ്ണ് ചിമ്പിപ്പോയാൽ സംഭവിക്കുന്ന സംഭവങ്ങളാണ് ഈ സംഭവങ്ങളൊക്കെ. ഇതിൽ ഒരു നമ്മൾ സ്നേഹിതൻ്റെ കുട്ടിയാണ് ഇതിൽ അപകടത്തിൽപ്പെട്ടിരിക്കുന്നത്. അന്ന് ഇക്രോ ഹോസ്പിറ്റലാണുള്ളത്. ഈ ഒരു അവസ്ഥ ഇനി ഇത് ആവർത്തിക്കാതിരിക്കാനുള്ള മാനദണ്ഡങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ സ്പീഡ് കുറച്ച് അതിൻ്റെതായ റൂട്ടിനനുസരിച്ച് പോവുക. ഈ വണ്ടി കണ്ടാൽ തന്നെ അതിൻ്റെ ഒരു വശം നമുക്ക് മനസ്സിലാകും. ആ ഒരു രൂപരേഖയിലാണ് ഇപ്പോൾ വിഷയങ്ങളുള്ളത്. നേരത്തെയും നിരവധി വാഹനാപകടങ്ങൾ ദേശീയപാതയിൽ ഉണ്ടായിട്ടുണ്ട്. ഒന്നാമത് നല്ല വീതിയുള്ള മിനുസമായ റോഡ്, വേഗതയിൽ പോകുന്ന വാഹനങ്ങൾ, അതിനിടയ്ക്ക് ചിലയിടങ്ങളിലൊക്കെ വരുന്ന വളവുകൾ, അതേപോലെ പെട്ടെന്നുള്ള എൻട്രൻസുകൾ, അങ്ങനെയൊക്കെ വരുമ്പോൾ ഈ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം തലപ്പാറ വലിയ പറമ്പിലുണ്ടായ അപകടം തന്നെ ലോറി ഒരു വളവ് കഴിഞ്ഞ് ഉടനെ പാർക്ക് ചെയ്ത് കാണും. ആ പാർക്ക് ചെയ്ത് കണ്ട ഉടനെ ഇവർ ബ്രേക്ക് ഇട്ടതോടുകൂടി വാഹനം തിരിഞ്ഞു പോകണം. ബാക്ക് ചെന്ന് മുൻഭാഗത്ത് വലിയ തകരാറില്ല, പക്ഷേ ബാക്ക് ചെന്നാണ് ഇടിക്കുന്നത്. 2 പേര് മരിക്കാനിടയായി. ഒരാളുടെ നില അതീവ ഗുരുതരമായി തുടരുന്ന സാഹചര്യം. ഇത് മാത്രമല്ല, ഏകദേശം 8ഓളം അപകടങ്ങൾ ഇത്തരത്തിൽ വാഹനങ്ങൾ നിർത്തിയിട്ടതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ട്. ദേശീയപാതയിൽ പല ഭാഗത്തും ദീർഘദൂര വാഹനയാത്രക്കാർക്ക് വിശ്രമിക്കാൻ ഇടങ്ങളുണ്ട്. ഇത് മറികടന്നാണ് പലയിടത്തായി വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നത്. നിയന്ത്രണ മേഖലയിൽ നിർത്തിയിടുന്ന വാഹനങ്ങൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നാണ് ആവശ്യം. വിളിച്ചു വരുത്തിയ ഒരു അപകടത്തിന്റെ ശേഷിപ്പാണ് ഈ കാണുന്നത്. 2 ജീവനാണ് ഈ വാഹനത്തിൽ നിന്ന് പൊലിഞ്ഞിരിക്കുന്നത്. പരിക്കുപറ്റിയവർ വേറെയുമുണ്ട്. ഇത്തരത്തിൽ നിരവധി അപകടങ്ങൾ ദേശീയപാതയിൽ നടക്കുന്നുണ്ട്. അധികൃതർ മാത്രം വിചാരിച്ചാൽ പോരാ, യാത്രക്കാർ കൂടി ജാഗ്രത പാലിച്ചാലേ അപകടങ്ങൾ ഒഴിവാക്കാനാകൂ. ക്യാമറാമാൻ മുനീഫ് തിരൂരിനൊപ്പം സമീർ ബിൻ കരീം, 24 തിരൂർ. പൊതുജനം കഴുതയല്ല സാർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.